ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ പ്രൈം നമ്പർ എങ്ങനെ പൈത്തണിൽ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് പ്രൈം നമ്പർ എന്താണെന്ന് തന്നെ ഒന്ന് നോക്കാം. പ്രൈം നമ്പർ ഈസ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് ഹാസ് നോ ഡിവൈസർ അതർ ദാൻ 1 ആൻഡ് ഇറ്റ് സെൽഫ്. ആ നമ്പറിനെ 1 കൊണ്ടും ആ സെയിം നമ്പർ കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് 2 എന്ന് പറയുന്ന ഒരു നമ്പർ, ദറ്റ് ഈസ് 2നെ 2 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 എന്ന് പറയുന്ന ഒരു നമ്പർ, 3നെ നമുക്ക് 1 കൊണ്ടും 3 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 5, 7 ഈ നമ്പേഴ്സുകളൊക്കെ നമുക്ക് ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതേസമയത്ത് നോൺ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പറിനെ ആ നമ്പർ കൊണ്ട് മാത്രമല്ല മറ്റ് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മോസ്റ്റ്ലി നമ്മൾ കാണുന്ന ഈവൻ നമ്പേഴ്സൊക്കെ, ഫോർ എക്സാമ്പിൾ 8 ആണെങ്കിൽ നമുക്ക് ആ 8നെ 1 കൊണ്ട് മാത്രമല്ല ഡിവൈഡ് ചെയ്യാൻ പറ്റുക, നമുക്ക് 2 കൊണ്ട് 4 കൊണ്ട് ഒക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നോൺ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. സോ നമുക്ക് വേണ്ടത് പ്രൈം നമ്പേഴ്സിനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രൈം നമ്പേഴ്സിൽ നമുക്ക് ആകെ വരുന്ന ഒരു ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതിനുശേഷം നമുക്ക് ഒരു ഈവൻ നമ്പേഴ്സും പ്രൈം നമ്പറായിട്ട് വരുന്നില്ല. ഓക്കെ, സോ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് 28 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. സോ ഈ നമ്പറിൻ്റെ പ്രൈം നമ്പേഴ്സ് കാണണമെങ്കിൽ നമുക്ക് പല മെത്തേഡുകളുണ്ട്. എല്ലാ നമ്പേഴ്സിൻ്റെയും, സപ്പോസ് ഒരു 1000 എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കൊരു 2 തൊട്ട് 1000 വരെയുള്ള നമ്പേഴ്സിൻ്റെയും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് അപ് ടു ദാറ്റ് സ്ക്വയർ റൂട്ട് നമ്പേഴ്സ് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ 28ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമുക്കൊരു 5.29 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. സോ നമുക്കതിനെ റൗണ്ട് ചെയ്ത് 5 എന്നോ അല്ലെങ്കിൽ 6 എന്നോ നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 തൊട്ട് നമുക്കറിയാം 1 തൊട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് എല്ലാ നമ്പേഴ്സിനെയും 1 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 2 തൊട്ട് ചെക്ക് ചെയ്യാം. ദെൻ 2, 3, 4, 5 ആൻഡ് മേ ബി 6ഉം കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമ്പേഴ്സിൻ്റെ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. സോ 28 എന്ന് പറയുന്ന നമ്പറിനെ ഈ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് പ്രൈം നമ്പർ അല്ല എന്ന് പറയും. അതല്ല, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രൈം നമ്പർ. പക്ഷേ ഇവിടുത്തെ കേസിൽ നമുക്ക് 28 കൊണ്ട് നമുക്ക് 2 കൊണ്ട് 4 കൊണ്ടൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഇതൊരു നോൺ പ്രൈം നമ്പർ ആണെന്ന് കൺക്ലൂഷനിലേക്ക് വരാം. സോ നമ്മുടെ സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൂപ്പ്, നമുക്ക് ഏതൊക്കെ നമ്പേഴ്സിലൂടെ പോകണം. എല്ലാ നമ്പേഴ്സിലൂടെയും പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി കണ്ടു ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രൈം നമ്പേഴ്സ് ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈവൻ നമ്പേഴ്സ് ചെക്ക് ചെയ്യാതെ ഓഡ് നമ്പേഴ്സ് മാത്രം ചെക്ക് ചെയ്താലും മതി. സോ നമുക്ക് ഇതിനകത്ത് 2, 4 എന്ന് പറയുന്ന നമ്പേഴ്സ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം ബേസിക്കലി വരുന്നില്ല. നമുക്ക് ചെക്ക് ചെയ്യാം, ബട്ട് ദാറ്റ്സ് ആൻ ഇൻഎഫിഷ്യൻറ്റ് മെത്തേഡ്. സോ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 തൊട്ട് ചെക്ക് ചെയ്താൽ മതി ആൻഡ് ഓഡ് നമ്പേഴ്സ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഈ നമ്പേഴ്സ് കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. സോ ഈ ഒരു ലൂപ്പിലൂടെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പം ഏതെങ്കിലും ഒരു നമ്പറുമായിട്ട് ഇത് ഡിവൈഡ് ആവുന്നുണ്ടെങ്കിൽ, നമുക്ക് അറിയാം പൈതണിനകത്തുള്ള മൊഡ്യൂളോ എന്ന് പറയുന്നൊരു ഡിവൈസറാണ്. സോ ആ നമ്പറുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് 0 കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ നമ്മളവിടെ 0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതിനുശേഷം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൈം നമ്പർ എന്ന് പറയും. 0 കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ നോൺ പ്രൈം നമ്പർ. ഇതാണ് അതിൻ്റെ ബേസിക്. സോ നമുക്ക് ഇതിനെങ്ങനെ പ്രോഗ്രാമിങ്ങിലൂടെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാം. സോ ഡിഫൈൻ ഈസ് പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരാണ് ഞാനവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഒരു ഏത് പേര് വേണം നമുക്ക് കൊടുക്കാം. നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിളും ഞാൻ അതിനേക്ക് കൊടുക്കുന്നുണ്ട്. ഈ നമ്പറാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് പറഞ്ഞു. സോ സപ്പോസ് 1ഓ അതിൽ കുറവോ ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ അതൊരിക്കലും പ്രൈം നമ്പർ ആകില്ല. സോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഇഫ് നം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇങ്ങനെ വരികയാണെങ്കിൽ ഇതൊരിക്കലും പ്രൈം നമ്പർ ആകില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം,
റിട്ടേൺ ഫോൾസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് നം എന്ന് പറയുന്ന വാല്യൂ ഈസ് ഈക്വൽ ടു 2 ആവുകയാണെങ്കിൽ, സോ 2 എന്ന് പറയുന്നതും ഒരു പ്രൈം നമ്പർ ആണ്. സോ നമുക്കത് എന്ത് ചെയ്യാം, റിട്ടേൺ ട്രൂ കൊടുക്കാം. സോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് അതൊരു ഈവൻ നമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈവൻ നമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് %2 എന്നുള്ളത് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതൊരിക്കലും പ്രൈം ആയിരിക്കില്ല അല്ലേ. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുകയാണെങ്കിൽ നമുക്ക് എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, റിട്ടേൺ ഫോൾസ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, സോ അവിടെ പ്രൈം നമ്പർ ആണോ എന്നുള്ളത് നമ്മളവിടെ ചെക്ക് ചെയ്യുന്നത് ബേസിക് സ്റ്റെപ്സുകൾ അവിടെ കഴിഞ്ഞു. അതായത് 1 ആണെങ്കിൽ അത് പ്രൈം നമ്പർ ആയിരിക്കില്ല, 2 ആണെങ്കിൽ അത് പ്രൈം നമ്പർ ആയിരിക്കും, അതല്ല വേറെ ഏതെങ്കിലും ഈവൻ നമ്പേഴ്സ് ആണെങ്കിലും അത് പ്രൈം നമ്പർ ആയിരിക്കില്ല. സോ ആദ്യത്തെ 3 ചെക്കിങ് നമുക്ക് കഴിഞ്ഞു. സോ ഈ 3 കണ്ടീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് നമ്പേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അതിൽ പല നമ്പേഴ്സുകൾ വരാം. സോ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് അപ് ടു സ്ക്വയർ റൂട്ട് വരെയുള്ള നമ്പേഴ്സുകൾ ചെക്ക് ചെയ്താൽ മതി. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോർ ലൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ i in എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളൊരു 100 ആണ് നമ്പർ കൊടുക്കുന്നതെങ്കിൽ ഈ 100ൻ്റെ അണ്ടറിൽ വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടി നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുക്കാം. 1 2 വരെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് 3 തൊട്ട് ചെക്ക് ചെയ്താൽ മതി. സോ 3 കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ആ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് വരെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഫുൾ നമ്പർ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം, പക്ഷേ സ്ക്വയർ റൂട്ട് വരെ ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ മുകളിലേക്കുള്ളതൊക്കെ സെയിം റിപ്പീറ്റേഷനാണ്. സോ ഇറ്റ്സ് എൻ എഫിഷ്യൻറ്റ് വേ ടു ഡു അപ് ടു സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ. സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ എനിക്കൊരു ഫംഗ്ഷൻ ഇവിടെ എഴുതണം. ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാത്താണ്. സോ ഞാൻ ഇമ്പോർട്ട് മാത്ത് അവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം മാത്തിനകത്തുള്ള QR ഫംഗ്ഷൻ ഞാൻ അവിടെ നിന്ന് എടുക്കുകയാണ്. സോ മാത്തിനകത്തുള്ള സ്ക്വയർ റൂട്ട് SQRT എന്ന് പറയുന്നിട്ടുള്ള ഫംഗ്ഷൻ, നമുക്ക് ഏതൊരു നമ്പറിനെ സ്ക്വയർ റൂട്ട് കാണാനുള്ള ഫംഗ്ഷനാണത്. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്പർ കൊടുക്കുന്നു. മാത്രമല്ല ഈ നമ്പറിന് ഞാൻ ഇൻറ്റിജർ ആയിട്ട് ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടി ഇൻറ്റിജർ ഫംഗ്ഷനും കൂടെ കൊടുക്കുകയാണ്. സോ മിനിമം നമ്പർ എന്ന് പറയുന്നത് 3യും മാക്സിമം നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടുമായിരിക്കും. വേണമെങ്കിൽ ഒരു കൺഫർമേഷന് വേണ്ടി സ്ക്വയർ റൂട്ട് +1 എന്ന് പറഞ്ഞ് ഒരു നമ്പർ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, മാത്രമല്ല നമുക്ക് ഓഡ് നമ്പേഴ്സ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് 2 ആയിട്ട് കൊടുക്കാം. സോ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 ആയിരിക്കും, നെക്സ്റ്റ് 7 ആയിരിക്കും. സോ 2 ഇൻക്രിമെൻറ്റിലായിരിക്കും നമുക്കവിടെ കിട്ടുക. സോ നമുക്ക് ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ചെക്കിങ് നമുക്ക് ചെയ്യണം. സോ ചെക്കിങ് എന്ന് പറയുന്നത് എന്താണ്, ഇഫ് പെർസെൻറ്റേജ് ദാറ്റ് ഈസ് മൊഡ്യൂളോ ഫംഗ്ഷൻ ആണ്. എന്നിട്ട് ആ റേഞ്ചിലുള്ള ഫസ്റ്റ് നമ്പർ നമ്മൾ എടുക്കുകയാണ്, എന്നിട്ട് ചെക്ക് ചെയ്യാണ് 0 ആണോ. ഓക്കെ, സോ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, റിട്ടേൺ അത് പ്രൈം നമ്പർ അല്ല. സോ റിട്ടേൺ ഫോൾസ് ആയിരിക്കും നമുക്കവിടെ കിട്ടുക. ഇനി അതല്ല, ഈ കണ്ടീഷൻ അല്ല വരുന്നുണ്ടെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം, റിട്ടേൺ ട്രൂ. ഓക്കെ, സോ ഇത്രയും മതി നമുക്ക് എന്ത് ചെയ്യാൻ, ഈ ഒരു പ്രൈം നമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പ്രൈം നമ്പറിന് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് നമുക്കൊരു 1 to 1000 നമ്പറിൻ്റെ ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അതാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്കൊരു ഫംഗ്ഷനും കൂടെ നമുക്ക് ജസ്റ്റ് എഴുതാം അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്, ഫൈൻ പ്രൈം എന്ന് പറഞ്ഞൊരു പേര് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാനവിടെ കൊടുക്കുകയാണ്. സോ എനിക്ക് വേണ്ടത് ഈ നമ്പേഴ്സുകളൊക്കെ ഒരു സ്റ്റാക്കായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രൈം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു ബ്ലാങ്ക് മെട്രിക്സ് ഡിഫൈൻ ചെയ്യുകയാണ്. അതിനുശേഷം നം ഇൻ റേഞ്ച്. ഓക്കെ, ദെൻ 1, നമ്മുടെ നമ്പർ എന്ന് പറയുന്ന നമ്പർ. സോ ഇതിലെന്താ സംഭവിക്കുക, ഞാനിവിടെ ഒരു 100 എന്ന് കൊടുക്കുകയാണെങ്കിൽ 1 തൊട്ട് 100 വരെയുള്ള വാല്യൂസ് എനിക്കിതിനകത്ത് കിട്ടും.
ഓക്കെ. സോ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാം, ഈ പ്രൈം ആണോ എന്നുള്ളത് ഓരോ തവണയും ചെക്ക് ചെയ്യാം. ഓക്കെ, അതിനകത്തേക്ക് ഞാൻ ഈ നം എന്ന് പറയുന്ന ഫോർ ലൂപ്പിൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. ഇത് ട്രൂ ആണെന്ന് പറയുന്നെങ്കിൽ എനിക്ക് ഈ പ്രൈം എന്ന് പറയുന്ന ഇതിനകത്തേക്ക് അത് അപ്പൻഡ് ചെയ്യണം. സോ പ്രൈം ഡോട്ട് അപ്പൻഡ്, എന്താ അപ്പൻഡ് ചെയ്യേണ്ടത്, ആ നം. ഓക്കെ, ജസ്റ്റ് റിട്ടേൺ പ്രൈം. സോ എനിക്ക് കിട്ടിയ ഫൈനൽ വാല്യൂസ് എല്ലാം കൂടെ എനിക്ക് റിട്ടേൺ ചെയ്യണം. ഇനി നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. പ്രിൻ്റ് കൊടുക്കാം, എന്നിട്ട് ഫൈൻഡ് പ്രൈം എന്ന് പറയുന്ന വാല്യൂ ഞാനവിടെ കോൾ ചെയ്യാണ്. ഈ പ്രോഗ്രാം ഞാനവിടെ കോൾ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഒരു 1000 എന്ന് പറയുന്ന നമ്പർ ഞാനവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം ആ 1000ൻ്റെ അണ്ടറിൽ വരുന്ന പ്രൈം നമ്പേഴ്സ് കംപ്ലീറ്റ് പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ 1000 എന്നുള്ളത് മാറ്റി ഞാൻ 100 ആക്കിയിട്ട് ഞാനൊന്നുകൂടെ റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 100ൻ്റെ അണ്ടറിലുള്ള വാല്യൂസ് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. സോ ദീസ് ആർ ദ പ്രൈം നമ്പേഴ്സ് അണ്ടർ 100. ഓക്കെ, സോ 100ഓ 1000ഓ നമുക്ക് എത്ര വാല്യൂസ് വേണമെങ്കിലും ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ആൻസർ കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് ചെക്ക് ചെയ്യുന്നത് യൂസിങ് പൈത്തൺ. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.